മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ കോഴ്സുകൾ പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ടി സിദ്ദിഖ് MLA നിർവഹിച്ചു. ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠം നിർവഹിക്കുന്ന പദ്ധതികൾ മാതൃകാപരമെന്നും ഇനിയൊരു പ്രകൃതി ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള കർമ്മ പദ്ധതി അമൃത സർവകലാശാലയുടെ സഹകരണത്തോടെ സർക്കാർ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും അമൃത വിശ്വവിദ്യാപീഠത്തിന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. മേപ്പാടിയിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് മുഖ്യാതിഥിയായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നത് വലിയ കാര്യമാണ്. ആ വലിയ കടമയാണ് അമ്മയുടെ നിർദ്ദേശാനുസരണം മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് നിർവഹിച്ചത്. അപ്പോൾ ഈ ദുരന്തത്തിൽ മാതാ അമൃതാനന്ദമയി ദേവി ഒരു സ്നേഹത്തിൻ്റെ കരസ്പർശം, വലിയ രീതിയിൽ ഒരാശ്വാസം, ഒരു പിൻബലം, ആത്മവിശ്വാസം പകരൽ, അത് മനോഹരമായി നെയ്തെടുക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ. തീർത്താൽ തീരാത്തതായ കടപ്പാട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഗുജറാത്ത് ഭൂകമ്പം, ഓക്കി ഉൾപ്പെടെ എല്ലാ ദുരന്ത മേഖലയിലും അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അതുതന്നെയാണ് വയനാട്ടിലും അമ്മ നടപ്പാക്കിയത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് എന്താണോ വേണ്ടത് അത് കണ്ടെത്തി നൽകുകയാണ് ഇവിടെ ചെയ്തത്. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം അടിയന്തരമായി വയനാട്ടിൽ സ്ഥാപിക്കണമെന്നും അതിനായി അമൃത സർവകലാശാലയുടെ പദ്ധതിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം വന്നു. ആ കോളേജിലെ ടീം വന്ന് ക്ലൈമറ്റിക് ചേഞ്ചും അതുപോലെ ഡിസാസ്റ്റർ, അതിനുള്ളതായിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത് ഫോർകാസ്റ്റ് ചെയ്യാനുള്ളതായ നടപടികൾ ഉൾപ്പെടെ സമഗ്രതലത്തിൽ ആവിഷ്കരിക്കാനുള്ള വലിയ പദ്ധതി ആവിഷ്കരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാനത് അസംബ്ലിയിൽ സൂചിപ്പിച്ചിരുന്നു, ബഹുമാനോടെ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു നാടിന് വേണ്ടതായിരിക്കുന്ന രക്ഷാകവചം പോലെ സാമൂഹ്യ ദർപ്പണത്തിലെ മനോഹരമായിട്ടുള്ള ഇടപെടൽ മഠവും അമൃതാനന്ദമയി ദേവിയും കൂടി നടത്തിയിരിക്കുകയാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മാർഗനിർദ്ദേശപ്രകാരം അമൃത വിശ്വവിദ്യാപീഠം അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് എന്ന പദ്ധതിയിലൂടെ ചൂരൽമല ദുരന്തം നടന്നതിന് പിന്നാലെ അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡിപ്പാർട്ട്മെന്റ് ചൂരൽമല സന്ദർശിക്കുകയും ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് തൊഴിൽ പരിശീലനം നൽകിയത്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയും ചേർന്നൊരുക്കിയ നൈപുണ്യ വികസന പരിശീലനമാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം നൽകിയത്. 87 പേർക്ക് തയ്യലിലും 25 പേർക്ക് കമ്പ്യൂട്ടറിലും തൊഴിൽ പരിശീലനം നൽകി. തയ്യൽ പഠിച്ചവർ തയ്യാറാക്കിയ ഷോള് മുഖ്യാതിഥിയായ ടി സിദ്ദിഖ് MLA അണിയിച്ചതും ചടങ്ങിന് കൗതുകം പകർന്നു. പരിപാടിയിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി, വയനാട് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ അർച്ചന PP, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു, വാർഡംഗം ഹാരിസ്, മാതാ അമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി, അമൃത സർവകലാശാല സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീനും അമ്മച്ചി ലാബ് ആൻഡ് സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി ഡയറക്ടറുമായ ഡോക്ടർ ഭവാനി റാവു, ബ്രഹ്മചാരിണി കരുണാമൃത ചൈതന്യ, സന്ദീപം ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്.